ഞാൻ അതിശയത്തോടു കൂടി നോക്കണ ഒരു കാര്യമാണ്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എടനമരം പൂത്ത് കണ്ടിട്ടില്ല. അപ്പൊ അതൊരു ദൂഷ്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് അപ്പക്കേ ഇനി പറ്റുള്ളൂ ചെയ്യാൻ. അതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെ കിടന്നാലും അതിൽ പൊട്ടി അങ്ങ് അടുത്ത് കാണണം മരത്തേട്ട് കയറി. പിന്നെ എന്നാക്കിയുള്ളതെന്ന് അറിയാൻ വേണ്ടി ഒരു കാര്യം പറയാനുണ്ട്. അപ്പ ഒരാഴ്ച ആയിട്ടില്ലേ, അപ്പ എന്നോട് പറയും മുൻവശത്തെ മുറ്റത്ത് വരുമ്പോ ഒരു സ്മെല്ലാന്ന്. ഒരു പൂവിന്റെ സ്മെല്ലുണ്ട്, അത്ര നല്ല സ്മെല്ലല്ല എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു മുൻവശത്ത് ആകെ ഉണ്ടായേക്കണ പൂ ഏതാന്ന് അറിയാലോ, വേറെ ഈ ഫ്രണ്ടിൽ നിൽക്കണ ബൊഗൻവില്ല മാത്രമേ ഉള്ളൂ, അതിന് സ്മെല്ലില്ല. പിന്നെ അപ്പുറത്തുള്ള രാത്രിമുല്ലയുടെ സ്മെല്ല് പകൽ ഇതിലേ വരൂല, പകലാ അപ്പ പറയണതാ. പിന്നെ കോഴിവാലൻ ചെടിക്ക് പൂച്ചവാലൻ ചെടിക്ക് സ്മെല്ലില്ല, അതൊക്കെ അപ്പയ്ക്ക് അറിയാം. അന്തൂറിയത്തിനും ഇല്ല. പിന്നെ പൂക്കളുള്ളത് വേറെ ഒന്നും ഇല്ല, വാടാമുല്ലയ്ക്കും ഇല്ലെന്നറിയാം. പിന്നെ ഞാൻ ആകെ കണ്ടുപിടിച്ച ഒരു മാർഗം, ആദ്യമായിട്ടും ഇതിനു മുമ്പും കാണാത്ത ഒരു സംഭവം പൂത്തു. അതായത് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കണ എടനമരം. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ എടനമരം പൂത്ത് കണ്ടിട്ടില്ല. ഞങ്ങളുടെ വീട്ടിലുമൊക്കെ ഈട്ടയിലൊക്കെ ഇഷ്ടംപോലെ മരങ്ങൾ ഇതിന്റെ മാരിക്കണ്ടത്തിന്റെ സൈഡിലൊക്കെ ഉണ്ടായിരുന്ന, അവിടെ ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഇത് പൂത്തു. അപ്പൊ പറഞ്ഞാ നോക്കട്ടെ എന്നും പറഞ്ഞു ഒരു കമ്പ് ഒടിച്ചോണ്ട് വന്ന് മണത്ത് കഴിഞ്ഞ അവിടെ ചെന്ന് നിന്ന് തന്നെ എന്നോട് പറഞ്ഞു ഇതിന്റെ സ്മെല്ലാ വന്നേന്ന്. എന്നിട്ട് ആ കമ്പ് ഒടിച്ചോണ്ട് വന്ന് എനിക്കും തന്നു. അത്ര നല്ല സുഖകരമായ സ്മെല്ലല്ലാതെ, അങ്ങനെ അതിന്റെയാണ് മണം ഉണ്ടായത്. അപ്പൊ ഞാൻ പറയൂ അങ്ങനെ അത് പൂത്തതിന്റെ സ്മെല്ല് വന്നു എന്ന് പറഞ്ഞ പാരിജാതത്തിന് അതിന്റെ നല്ല മണമല്ലേ രാത്രി വിരിയുന്നത്. പിന്നെ വേറൊരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാ ഞാൻ അതിശയത്തോടു കൂടി നോക്കണ ഒരു കാര്യമാണ്. അതായത് ഇവിടത്തെ ഒരു ചാച്ചൻ കുന്നംകുളത്തില്ലേ, ആ ചാച്ചൻ ഒരു പ്രാവശ്യം അവിടത്തെ ബാക്ക് സൈഡിലെ തെങ്ങില് മണി പ്ലാന്റ് കയറിയ പടയിട്ടില്ലേ, വലിയ ഇലയോടുകൂടി മണി പ്ലാന്റ് കയറിയേക്കണം. ഇവിടത്തെ അപ്പച്ചന്റെ കസിന്റെ മകനാട്ടോ കുന്നംകുളത്ത് താമസിക്കണ വലിയേട്ടൻ. അപ്പൊ ഇട്ടപ്പോ ഞാൻ ഇവളോട് പറഞ്ഞേടി നമ്മുടെ പുറകുവശത്തെ പുളിമരത്തേലും അങ്ങനെ വലുതായിട്ട് ഇലയോടുകൂടി മണി പ്ലാന്റ് കയറിയിട്ടുണ്ട്, ഫ്രണ്ടിൽ ഈ പാഴ്മരത്തേലും കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 2 മണി പ്ലാന്റ് നട്ടതല്ല, അതാണ് അതിന്റെ വേറൊരു സംഭവം. ഇതും നട്ടതല്ല, അവിടെ പുളിയേല് നിക്കണത് നട്ടതല്ല. ഇതെങ്ങനെ ഇവിടെ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻവശത്തെ ഒരു മംഗള അടയ്ക്കാൻ നിപ്പുണ്ട്. ആ അടയ്ക്കാമരത്തേല് ഞാൻ 2 തരത്തിലുള്ള മണി പ്ലാന്റ് കയറ്റി. 2 മമ്മിയുടെ അടുത്തുനിന്ന് പണ്ട് കൊണ്ടുവന്ന. മമ്മി പണ്ടിങ്ങനെ ഫ്രണ്ടിൽ ഒരു ചട്ടിയേല് ഇത് നട്ടേച്ച് ട്യൂബ്ലൈറ്റ് വെച്ചേച്ച്, പഴയ കേടായ ട്യൂബ്ലൈറ്റ് വെച്ചേച്ച്, ഓർക്കണില്ലേ, കയറ് കൊണ്ട് കെട്ടി അതിലിങ്ങനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് അടർത്തി എനിക്കൊരു മണി പ്ലാന്റിന്റെ തണ്ട് തന്നത്. ഞാൻ അന്നിങ്ങനെ ചട്ടികളിലൊന്നും വെക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതങ്ങനെ എനിക്ക് തോന്നിയില്ല. ഞാൻ ആ അടയ്ക്കാമരത്തേൽ കയറ്റി. ആ അടയ്ക്കാമരത്തെ കയറ്റിയ കർട്ടൻ പ്ലാന്റ് കുറെ അങ്ങ് കയറി കഴിഞ്ഞപ്പോ 2 തരത്തിലുള്ള കർട്ടൻ പ്ലാന്റ് അല്ലാട്ടോ, സോറി, മണി പ്ലാന്റ് കയറ്റി കഴിഞ്ഞപ്പോ ഒരുപാട് അങ്ങ് വലുതായി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു ഭാഗം വെച്ച് മോളിൽ നിന്ന് വലിച്ചിങ്ങനെ മാറ്റിയത് ചുമ്മാ ഈ മുറ്റത്തേക്ക്. അന്ന് മുറ്റം ഇങ്ങനെ ഇത്രയും വിസ്തൃതമാക്കിയിട്ടില്ല, കുറച്ചുകൂടെ ഇങ്ങോട്ട് നിന്നാ മുറ്റം കിടക്കണത്. അപ്പൊ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോ ഞാൻ ആ കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എവിടെ കിടന്നാലും അതിൽ പൊട്ടി അങ്ങ് അടുത്ത് കാണണം മരത്തേട്ട് കയറും. അപ്പൊ അതൊരു ദൂഷ്യം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് അപ്പക്കേ ഇനി പറ്റുള്ളൂ ചെയ്യാൻ. അപ്പൊ അത് അങ്ങനെ വലിച്ചു പറിച്ച് ഇട്ടത് കേറിയതാണ് ആ പാഴ്മരത്തേല്. കലയമ്മര അത് അതില് കേറി അത്രയും പൊങ്ങി മുകളിലേക്ക് പിടിച്ച് കുന്നംകുളത്തെ ചാച്ചന്റെ വീട്ടിലെ അതുപോലെ തന്നെയാ ആ തെങ്ങ കയറിയേക്കണ പോലെ തന്നെ. അതൊന്നാ. അതിന്റെ അപ്പുറം ആ തൈ മൂവാണ്ടമ്മാവില്ലേ, അതിൽ അപ്പ കുരുമുളക് നട്ടിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് വേരിങ്ങനെ പൊട്ടി വന്നതാന്ന് തോന്നുന്നു, അതൊന്നും നട്ടതല്ലാരും. അതിലിങ്ങനെ കയറി കിടപ്പുണ്ട്. അപ്പൊ അതിന്റെ അടിയിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തു. പക്ഷെ കട്ട് ചെയ്താലും ഇത് വേരെ അള്ളിപ്പിടിച്ച് മരത്തേൽ ഇരിക്കുന്നത് കൊണ്ട് പോരൂല. അപ്പൊ പറഞ്ഞു വിരല് പാടില്ലാണ്ടിരിക്കുമ്പോ അതിന്റെ പണിക്കൊന്നും പോവണ്ട, അപ്പൊ സ്റ്റാൻഡ് കൊണ്ടുപോയി വെച്ചേച്ച് സ്റ്റാൻഡിൽ നിന്നേച്ച് മോളിൽ നിന്ന് അത് വലിച്ചു തന്നെ കുരുമുളക് പോവാതെ മാറ്റാന്ന്. അപ്പൊ ആ മൂവാണ്ടമാവെ കയറി കഴിഞ്ഞാൽ മാവ് പോവും. ഈ കലയമ്മരം പിന്നെ കുഴപ്പമില്ല, കയറി പോയാലും പ്രശ്നമുള്ള പാഴ്മരല്ലേ, അങ്ങനെ വലിയ ഇതില്ല, ഹൈറ്റ് മാത്രമേ ഉള്ളൂ, വണ്ണവും ഇല്ലാത്ത ഒരു മരല്ലേ. പിന്നെ വളംപുളിയെ കയറി കിടപ്പുണ്ട്, പുളിയേൽ എന്ത് കയറിയാലും പോവൂല, പുളിക്ക് അത്രയ്ക്ക് കടുപ്പല്ലേ, തടി അത്രയ്ക്ക് കടുപ്പല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ മണി പ്ലാന്റ്. അപ്പൊ ഇവിടെ ഇന്നാള് ആരോ വന്നപ്പോ പറഞ്ഞു മണി പ്ലാന്റ് പൊങ്ങിപ്പോയി നിറച്ച ഇലയോട് കൂടിയാണല്ലോന്ന്. അപ്പൊ വീട്ടിൽ പോണ രംഗ മിണ്ടൂല. 12 പ്രാർത്ഥിച്ചില്ലല്ലോ. അതൊക്കെ പ്രാർത്ഥിക്കും, അതിന് ടൈം ഉണ്ട് അപ്പയ്ക്ക്. അപ്പൊ കണ്ടോ, അതപ്പൊ കാലൊക്കെ കഴുകിയതിന് ശേഷമാണ് പ്രാർത്ഥന. അതെ.
കാല് കഴുകുമല്ല, നനയ്ക്കും. ഈ ഉണങ്ങിയിരിക്കുന്ന കാല് ജസ്റ്റ് ഒന്ന് നനയ്ക്കും, മുറുക്കാൻ കിട്ടാനാ. അല്ല അന്ന് എന്തോ പറയാറുണ്ട് അപ്പ, അത് തന്നെയാ പറയാറ്. അപ്പൊ നാളെ എലിസബത്താന്റി വന്നപ്പോ പറഞ്ഞു മണി പ്ലാന്റ് എന്ത് മരത്തേലാ ലിനോ കയറ്റിയെന്ന്. ഞാൻ പറഞ്ഞു ആന്റി കയറ്റിയതല്ല, തന്നെ തന്നെ കേറിയേക്കണാന്ന് പറഞ്ഞു. എലിസബത്താന്റി വന്നില്ലേ നാളെ മക്കളുമായിട്ട്, അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്ന. അപ്പൊ അതാണ് ഈ മണിപ്ലാന്റിന്റെ ചരിത്രം. അവിടെ അടയ്ക്കാമരത്തേല് 2 തരം മണിപ്ലാന്റ് നിപ്പുണ്ട്. എന്റെ ചെരുപ്പ് കഴുകി വെച്ചേക്കണോ? അതും മറ്റേ ചെരുപ്പൊക്കെ കഴുകണ ആളെ ഞാൻ ആദ്യമായിട്ട്. പുറത്തിടുന്ന ചെരുപ്പാ അത്. പിന്നെ ചെരുപ്പ് കഴുകാതെയാണോ പുറത്തിടണെന്ന് പറഞ്ഞ? വീടിന്റെ പുറത്ത് കേട്ടോ. ആൾക്കാര് വിചാരിക്കും പുറത്ത് അതാ ഇട്ടോണ്ട് പോണേ. അതല്ല, പെരക്കാത്തിടുന്ന ചെരുപ്പ് വേറെ, പുറത്തിടുന്ന ചെരുപ്പ് വേറെ. ഡ്രൈ ആയി കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ പെരക്കാത്തിടുന്ന ചെരുപ്പും മുറ്റത്തോടെ ഇട്ട് ഞാൻ നടക്കാറുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയും ചെളിയും വെള്ളവും ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഇടൂല. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മുഴുവൻ ചെളി ചവിട്ടി അകത്തേക്ക് കയറ്റും. വേനലായിട്ട് കിടക്കുമ്പോൾ മുറ്റത്തോടെ ഇച്ചിരി ഇട്ടാലും ചവിട്ടിയിൽ ഇങ്ങനെ തൂത്തേച്ച് കയറിപ്പോന്ന അധികം അഴുക്ക് അങ്ങനെ കയറൂല, പൊടിയൊക്കെ പറ്റി പിടിക്കുള്ളൂ. അത് ചവിട്ടിയിൽ തൂത്ത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പൊക്കോളും. മഴക്കാലത്ത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഓരോ പരിപാടികൾ, കഥകൾ. വെളുത്തുനിന്ന് കയറി പോരെ. ചെടി ഷെയ്ഡിലിരിക്കണുണ്ടോ ഇന്നലെ നമ്മൾ എടുത്തു വെച്ചത്, മാവിന്റെ ചോട്ടിൽ നല്ലതാണല്ലോ. കാലത്തെ സ്പ്രേ ചെയ്തു വെള്ളം. ഞാൻ ഇന്നൊരു ചോക്ലേറ്റ് പൊട്ടിക്കാൻ പോവാണ്. ഇതൊരു വിദേശി ചോക്ലേറ്റ് ആണ് കേട്ടോ. എനിക്ക് ഈ ചോക്ലേറ്റ് ടേസ്റ്റിംഗ് ഒക്കെ വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ചോക്ലേറ്റ് ടേസ്റ്റിംഗ് പിന്നെ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് അല്ലേ? ഇത് നമ്മുടെ ഏഞ്ചലേച്ചിയുടെ അശ്വിൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബോക്സ് ആണ്. വേറെ ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ഓൾറെഡി നിങ്ങളെ കാണിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ പൊട്ടിക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ലിൻഡിറ്റ് എന്നാണ് എഴുതിയിട്ടുള്ളത്. ലിൻഡിറ്റിന് എഴുതിയിട്ടുള്ളതാണ്. ചോക്ലേറ്റിനെ പറ്റി നമുക്ക് വലിയ ധാരണയില്ല. പുറം ചോക്ലേറ്റുകൾ നമുക്ക് എങ്ങനെയാണ് എന്താണെന്നൊന്നും പറയാൻ വലിയ ധാരണയില്ല. അപ്പൊ എന്തായാലും നമുക്ക് ചോക്ലേറ്റ് ഒന്ന് പൊട്ടിക്കാം. കാരണം ഇത് ഇനി പൊട്ടിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇതിന്റെ ടേസ്റ്റ് അറിയാനായിട്ട് വളരെ വളരെ എക്സൈറ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് വേഗം പൊട്ടിച്ചിട്ട് നോക്കാം. ചോക്ലേറ്റുകൾ കൂടുതലായിട്ട് ഞാൻ കഴിക്കുന്നത് ഊണ് കഴിഞ്ഞ് ഒരു മധുരം എന്ന നിലയിലാണ് കേട്ടോ. എപ്പോഴും അങ്ങനെ കഴിക്കില്ല. ഊണ് കഴിഞ്ഞ ഒരു മധുരം എന്ന നിലയിൽ ഞാൻ ഓരോന്ന് വീതം ദിവസങ്ങളോളം അപ്പം നമുക്ക് കഴിക്കാമല്ലോ. അപ്പം നമ്മൾ അധികം കഴിച്ചൊന്നും നമുക്ക് വരില്ല. മാനേജ് ചെയ്ത് നമുക്ക് കഴിക്കാൻ പറ്റും മധുരം. അങ്ങനെയാണ് എനിക്ക് ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചോക്ലേറ്റുകൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാം. അതെ, ഇത് നല്ല മനോഹരമായിട്ടാണ് ഇരിക്കുന്നത്. ചോക്ലേറ്റ് പെട്ടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാലല്ലോ, അത് ഇതുപോലെ ടൈറ്റ്ലി പാക്ഡ് ആണെങ്കിൽ നമുക്കത് പൊട്ടിച്ച് തീരാൻ വരെ ഒന്നും ക്ഷമ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രധാന കുഴപ്പം. എങ്ങനെ ഇരിക്കണേന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, ഇത് ഫുള്ള് പൊട്ടിച്ച് തീരാൻ പിന്നെ നമുക്ക് ക്ഷമ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു കുഴപ്പം. ഫസ്റ്റ് ഇംപ്രഷനാണ്. അപ്പയാണ് ആദ്യം നോക്കണേ. നീ കണ്ടോ എന്ത് ഭംഗിയായിട്ട് ചോക്ലേറ്റ് അറേഞ്ച് ചെയ്തിരിക്കണേ. ഇതൊക്കെ നല്ല രസമല്ലേ? ഇത് കണ്ടോ അമ്മേ? ഞാൻ കിച്ചണിൽ നിന്ന് ഓടി വന്നോ. ഇങ്ങനെ നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇവിടെ താഴത്ത് തലയൊക്കെ അധികമായാലും പ്രശ്നമല്ലേ? അശ്വിൻ ഞങ്ങളെ ലാസ്റ്റ് പാക്കറ്റ് ചോക്ലേറ്റ് അശ്വിന്റെ പൊട്ടിച്ചു. അതെ, ലാസ്റ്റ് പാക്കറ്റ് എല്ലാം ഓൾറെഡി കഴിഞ്ഞു. കേക്കും കഴിഞ്ഞു. ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ വിനോ ചേച്ചിക്ക് മൊത്തമൊക്കെ കഴിച്ചാൽ കണ്ടപ്പോട്ടാ കഴിച്ചോ. ഓരോന്നേ ടേസ്റ്റ് ചെയ്യാം. ഞാൻ ഒറ്റത്തിട്ട കടിക്കണം. അപ്പടെ ഓയിലേക്ക് വെക്കും. അപ്പൊ അവിടെ പേപ്പർ വയ്ക്കുക. അപ്പടെ വെക്കാൻ നല്ല ടേസ്റ്റാ. അടിപൊളിയാണ് കേട്ടോ, സൂപ്പറാണ്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കാം. ഒന്നും കൂടുതലല്ല, കൂടുതൽ ക്വാണ്ടിറ്റി അല്ല ഓരോ പീസസും. അപ്പൊ നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അത് വളരെ നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അത് നോക്കി കണ്ടുപിടിക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ചോക്ലേറ്റ് പെട്ടി തുറന്നു. എന്തുമാത്രം ചോക്ലേറ്റ് ഈ വർഷം കഴിച്ച മധുരം അല്ലേ?
ക്രിസ്മസ് പ്രമാണിച്ച ഒരുപാട് മധുരം നമ്മൾ കഴിച്ചു. പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ അധികമായില്ല. അങ്ങനെ അധികമായതായിട്ട് നമുക്ക് തോന്നിയതുമില്ല കേട്ടോ. കാരണം നമ്മളിങ്ങനെ വളരെ മാനേജബിൾ ആയിട്ടാണ് കഴിച്ചത്. ഒരു ദിവസം ഒന്നും ഒരുപാടൊന്നും കഴിക്കാറുണ്ടായിരുന്നില്ല. കുറച്ച് വീതമൊക്കെയാണ് നമ്മൾ കഴിച്ചത്. അതുകൊണ്ടായിരിക്കാം മേ ബി നമുക്ക് അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടൊന്നും തോന്നിയില്ല. വെയിറ്റ് ഗെയിൻ ഒന്നും അങ്ങനെ ഉണ്ടായൊന്നുമില്ല കേട്ടോ. വെയിറ്റ് കുറയാണ് സത്യം പറഞ്ഞാൽ ചെയ്തത്. എന്ത് രസമല്ലേ ഇങ്ങനെ കുനുകുനാതെ ഇങ്ങനെ ഓരോ ചോക്ലേറ്റ്സും. വലുതും ഉണ്ട്, ആ വലിയ ബാർ ചോക്ലേറ്റ് ഒക്കെ ഇങ്ങനെ ട്രെയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന നല്ല ഭംഗി. എനിക്ക് പക്ഷെ ഏതെടുക്കണം എന്നുള്ളത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അടുത്ത ഞാൻ കഴിക്കാൻ പോണ ഐസ്ക്രീമിന്റെ ലുക്കിലുള്ള ഒരു ചോക്ലേറ്റ് ആണ്. ഓരോ ചോക്ലേറ്റിനും ഓരോ ഷേപ്പാണ് കേട്ടോ. അതേ കണ്ട ഐസ്ക്രീമിന്റെ ഷേപ്പിലിരിക്കുന്നത്. നല്ല രസമല്ലേ അത് കാണാൻ. ഓരോന്നിനും ഓരോ ഷേപ്പ്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആണിത്. കോൺ ഐസ്ക്രീം, കോൺ ഐസ്ക്രീം എന്ന് പറ. കോൺ ഐസ്ക്രീമിന്റെ അത് തന്നെ. അല്ലാണ്ട് ചുമ്മാ ഐസ്ക്രീം അല്ല. കപ്പ് ഐസ്ക്രീം ഉണ്ട്, കോൺ ഐസ്ക്രീം ഉണ്ട്, പിന്നെ എന്നാക്കിയ ഉള്ളതെന്ന് അറിയാൻ പറ്റും. ഇപ്പൊ കോണിന്റെ ഷേപ്പാ. ടെസ്റ്റ് ചെയ്ത് നോക്കിക്കും. ഇനി നമുക്ക് കോൺ ഐസ്ക്രീം കഴിക്കാം. നല്ല കേട്ടോ, ഒന്നും പറയാനില്ല, എല്ലാം തന്നെ നല്ലതാണ്. കോൺ ഐസ്ക്രീമിന്റെ കവർ തുറന്നിട്ട് കഴിക്കാം. ഐസ്ക്രീം പോലെ അല്ലല്ലോ അത്. ഇത് അപ്പയ്ക്കാണോ? നല്ല രുചിയുണ്ട്. കോൺ ഐസ്ക്രീമാ. നല്ല പാലിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാ മിഠായികൾക്കും നല്ല പാലിന്റെ റിച്ച് പാലിന്റെ ടേസ്റ്റ് ആണുള്ളത്. പിന്നെയുള്ള ടേസ്റ്റ് എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. നൈസ്, റിയലി നൈസ്. പിന്നെ ആ ബോക്സിൻ്റെ ഉള്ളിൽ അതേ ഇതുപോലെ ഒരു ലീഫ്ലെറ്റ് ഉണ്ടായിരുന്നു. അതായത് ഓരോ ചോക്ലേറ്റിനെയും നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു ലീഫ്ലെറ്റാണ്. അതിൻ്റെ നമ്മൾ ഓരോന്ന് കണ്ടില്ലേ, നമുക്ക് അതിൻ്റെ ഫ്ലേവേഴ്സ് ഒന്നും എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അത് ഓരോന്നിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു ലീഫ്ലെറ്റാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. അത് ഞാൻ ഏറ്റവും അവസാനമാണ് കണ്ടത്. പക്ഷെ അത് ഇംഗ്ലീഷ് അല്ല കേട്ടോ, എനിക്ക് തോന്നുന്നത് അത് ജർമ്മൻ ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. എന്തായാലും എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഓരോ ചോക്ലേറ്റിനും ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിടിലായിരുന്നു കേട്ടോ. എല്ലാം ഞാൻ കഴിച്ചിട്ടില്ല, എന്നാലും ഓൾമോസ്റ്റ് ഒക്കെ തീർന്നു. ആ സ്റ്റാർ ഷേപ്പില്ലേ, അതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ക്രഞ്ചി ആയിട്ടുള്ളതും ഉണ്ടായിരുന്നു കേട്ടോ. അതേ അവിടെ ഇരിക്കുന്ന കണ്ടോ. പിന്നെ ആ ലാവൻഡർ ഡിപ്പുള്ളത് കൊണ്ടോ, അതിനൊരു ചെറിയ പുളിരസം പോലെ ഉണ്ടായിരുന്നു കേട്ടോ, ലൈറ്റായിട്ട്. ഓരോന്നിനും ഓരോ ടേസ്റ്റ് ആയിരുന്നു.